ഹലോ, ആരാ? ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. മോൻ്റെ കല്യാണമാണ്, അതിൻ്റെതായ സന്തോഷമുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഇതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇന്നലെയൊക്കെ നല്ല ഗംഭീരമായിട്ട് നടന്ന് ഞാൻ വിചാരിച്ച സ്വപ്നത്തിൽ കണ്ട അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നതിൽ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. ഇത് എൻ്റെ കൊച്ചുമോള് നിഹാരിക. ചേച്ചനൊരു ഉമ്മ കൊടുക്കുന്നു. ഓ, ഉമ്മ കൊടുക്കും. ആദ്യം ഒരു മരുമോള് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞ്. അപ്പോൾ ബ്യൂട്ടീഷ്യൻ ചോദിച്ചു എന്നോട് നിങ്ങളെ സ്വന്തം മോളാണെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരമ്മയും മോളെ ഒരു ഇതിലാണ് അവർക്ക് തോന്നി. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത വരാൻ പോകുന്ന മായി എൻ്റെ ഒരു മോളായിട്ട് തന്നെ ഇതാക്കണം. രണ്ടാളെ എനിക്ക് വേറെ സ്വന്തം പെൺകുട്ടികളില്ലാത്തതല്ലേ. നമ്മൾ പ്രൊപ്പോസൽ വന്ന് പിന്നെ ഒരു 1-2 മാസം നമുക്ക് സംസാരിക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. കോളൊക്കെ ചെയ്ത് വീഡിയോ കോൾസൊക്കെ ചെയ്ത് അതിന് ശേഷമാണ് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് അന്ന് ഞാൻ വരുന്നൊട്ടും വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി സർപ്രൈസ് ആയിട്ട് വന്നു, ഫ്ലവറൊക്കെ ആയിട്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അമ്മയായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ എല്ലാ സീക്രട്ട് കീപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ആ ഒരു പ്ലേസിലേക്ക് ഇപ്പം നിതിൻ എത്തിയിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പം അല്ലെങ്കിൽ അമ്മയുടെ അടുത്തിരിക്കുമ്പോൾ കിട്ടുന്നൊരു സേഫ് ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. അതെനിക്ക് നിതിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു സ്പെഷ്യൽ ഫീലിംഗ് കുറച്ചുകൂടെ കൂടുതൽ ക്ലോസ് ആവാനൊക്കെ വേണ്ടിയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആള് ഭയങ്കര സിമ്പിളായിട്ടുള്ള ആളാണ്. ഓൾമോസ്റ്റ് എല്ലാം ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരാളാണ്. ചെറിയ ചെറിയ കാര്യത്തിൽ വരെ സന്തോഷം കണ്ടെത്തുന്ന ടൈപ്പ് ആളാണ്. ഞാനാണെങ്കിൽ കുറച്ച് അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഞാൻ പയ്യെ പുള്ളിക്കാരത്തിനെയും കൂടി ഇങ്ങനെ ഓരോരോ എന്താണ് ടേസ്റ്റ്, എന്താണ് ആളുടെ ഇഷ്ടങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ആ ഒരു ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ ഇങ്ങനെ ആളെയും കൂടി ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളായി വെയിറ്റ് ചെയ്യുന്ന ഒരു ഡേ ആണിത്. ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു സ്പെഷ്യൽ ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. മാക്സിമം എൻജോയ് ചെയ്യണം, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കണം. അതായിരുന്നു ഇന്നത്തെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്.